എവിടെച്ചാ പോണേ അജു? ആരെ കാണിച്ചാനാ? അതെയോ? ഹലോ, ഫൈനലി ഞങ്ങളുടെ ഫാമിലിക്ക് ഒരാളും കൂടി വരാൻ പോവാണ് കേട്ടോ. ഇന്ന് ജൂൺ 18 കേട്ടോ. 19-നാണ് ചേച്ചിയുടെ ഓപ്പറേഷൻ പറഞ്ഞേക്കണത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. ഇന്നാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ പോണത്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഏട്ടൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വരുന്നില്ല, അച്ഛൻ നാളെയാണ് വരുന്നത്. എന്നെ ചീത്ത പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ ചെക്കൻ ചിരിക്കണത്. അവൻ്റെ ചിരി കണ്ടിട്ടാണ് അമ്മ ചിരിക്കണത്. അപ്പം നമ്മുടെ പുതിയ ആളേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. സൂപ്പർ എക്സൈറ്റഡ് ആണ്, ടെൻഷൻ ഉണ്ട് അതിനനുസരിച്ച്, പിന്നെ നല്ല സന്തോഷമുണ്ട് കേട്ടോ. പുതിയ ആൾ വരുമ്പോൾ ഇവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻ്റാണ് കേട്ടോ മെയിനായിട്ട്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടോ. ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴയായിരുന്നു, ഇന്നൊന്നും ഇല്ലാത്തൊരു മഴയാണ് ഇന്ന്. ഞങ്ങൾ തൃശ്ശൂരുകാരാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടോ ഞങ്ങൾ തൃശ്ശൂർക്ക് വരാറ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. തൃശ്ശൂർ വളരെ ESIയുടെ ഹോസ്പിറ്റലാണ് ചേച്ചീനെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇന്ന് OP ഉള്ള ദിവസമായതുകൊണ്ട് സാറിന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ ഞങ്ങൾ സാറിനെ കണ്ട് അഡ്മിഷൻ എടുത്തു കേട്ടോ. ഇതാണ്ടോ ഞങ്ങളുടെ റൂം. സത്യം പറഞ്ഞ റൂം കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടി. കാരണം ആ പച്ച ബെഡ്ഷീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ടും വീട്ടിലൊരു റൂം പോലെയാണ് പേഴ്സണലി ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. അത്രയ്ക്കും ക്ലീൻ ആയിരുന്നു കേട്ടോ റൂം. എത്ര ബൈസ്റ്റാൻഡേഴ്സിനും നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ കൂടി ഇത്രയും ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അത്രയ്ക്കും സൗകര്യം ഉണ്ട് കേട്ടോ റൂമിൽ. ചേട്ടു ഇതാട്ടോ റൂമിൻ്റെ ഒരു ഔട്ട്ഡോർ വ്യൂ. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് ചേച്ചിക്ക് ഓപ്പറേഷനുള്ള ബ്ലഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്ക് വരെ പോവാട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം ബ്ലഡ് ബാങ്കിക്ക്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടോ. വെറും പ്രശ്നമാണ് കേട്ടോ, പോലീസ് കണ്ടൊക്കെ തീരുമാനമാണ്. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് കൊടുക്കണോടത്ത് എത്തി. വിയൂർ വരെ വന്നു കേട്ടോ. വിയൂർ ജയിലിൻ്റെ ബാക്ക് കൂടെ എവിടെയോ പോയിട്ടാണ് ഈ പ്ലേസ് ഉള്ളത്. അങ്ങനെ കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ചു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇവർ. രാജേട്ടൻ്റെ മുഖത്തെ ഭാവം കണ്ടാൽ എന്തോ സീരിയസ് ആയ കാര്യം നോക്കുകയെന്ന് വിചാരിക്കാം. പക്ഷെ വെറുതെ റീല് കണ്ടുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ബ്ലഡ് നമുക്ക് ഇന്ന് കിട്ടില്ല, നമുക്ക് നാളെയാണ് കിട്ടുള്ളൂ. അവിടുന്ന് ഞങ്ങൾ മദറയ്ക്ക് വന്നു കേട്ടോ. മദർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഒളരി. അപ്പോൾ ഇവിടെ നിന്നാണ് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയും പോസ്റ്റ് അടിച്ചിട്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാൻ കേട്ടോ ഞങ്ങൾ. അവിടുന്ന് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല പൊരിഞ്ഞ മഴയായിരുന്നു ഇവിടെ. പൊരിഞ്ഞ മഴ പറഞ്ഞാൽ പൊരിഞ്ഞ മഴ, പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിക്കയറി. ഇവിടുത്തെ പുറത്തെ വ്യൂ ഒക്കെ സൂപ്പറാട്ടോ. ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്ലീനാണ്. മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ്. ചേച്ചിയുടെ ഫേസ് കണ്ടാൽ നല്ല ടെൻഷനുള്ള പോലെ തോന്നും, പക്ഷെ അതല്ല. ആ ചെറിയ ചക്ക എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ട് മെരട്ടാണ് കേട്ടോ. ഇവനെ നോക്കാൻ 4 പേര് വേണം, എന്നാലും പോരാ. അതുകൊണ്ടാണ് അവനീ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അതിന് കുറച്ച് നേരത്തെ യുദ്ധത്തിന് ശേഷം ആൾ അടങ്ങിട്ടോ. അടങ്ങാൻ ഉപയോഗിച്ച ആയുധം വേറെ ഒന്നുമല്ല, ഫോണാണ്. വേറെ നിവർത്തിയില്ല. കൂടെ അമ്മ ഇരുന്ന് കണ്ട്. അന്നത്തെ ദിവസത്തെ പിന്നുള്ളതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം കുറേ മെഡിസിൻ കിട്ടാനുണ്ടായിരുന്നു, അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. ഇന്ന് ജൂൺ 19, ഇന്നാണ് ചേച്ചിയുടെ ഓപ്പറേഷൻ. ഒളരിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ESIയുടെ ഹോസ്പിറ്റലിൽ. അപ്പോൾ രാവിലെ തന്നെ ഞാനും ഏട്ടനും കൂടിയിട്ട് അവിടുത്തെ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് വഴിപാടൊക്കെ ചെയ്തു. നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന അമ്പലമാണ് കേട്ടോ. നമുക്ക് പ്രസാദം കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ട്.
ഉള്ളിലേക്ക് പോകുമ്പോൾ ഇരുട്ടായിരുന്നു, പുറത്ത് വന്നപ്പോൾ വിളിച്ചായിട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു പുറത്തെ വ്യൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ. പുറമേയൊക്കെ കാണാൻ സൂപ്പറാണ് അമ്പലം. അപ്പോൾ രാവിലെ ഒരു പോസിറ്റീവ് വൈബ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അമ്പലത്തൊക്കെ പോയി പ്രസാദമൊക്കെ വാങ്ങി. അപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചി ഓപ്പറേഷന് വേണ്ടിയിട്ട് പോവാൻ റെഡിയായി നിൽക്കുക കേട്ടോ. ചേച്ചി പേടിയുണ്ടോ? പോണതിന് മുന്നേ ഒരു ട്രിപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ചെയ്യാനാണ് സിസ്റ്റർ വന്നേക്കണത്. ഓപ്പറേഷൻ ചെയ്യണത് ചേച്ചീനെയാണെങ്കിലും ടെൻഷൻ മൊത്തം രാജുവേട്ടനാട്ടോ. കേരളം ലാസ്റ്റ് പോകുമ്പോൾ കൂടി ചേച്ചിക്കൊരു ടെൻഷനും ഇല്ല, പക്ഷെ രാജുവേട്ടന് നല്ല ടെൻഷനാണ്. അങ്ങനെ ചേച്ചീനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറ്റിട്ടോ. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നല്ല ടെൻഷൻ പിടിച്ച പരിപാടിയാണ് ഇത്. ഞങ്ങൾക്ക് ഇരിപ്പ് ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല പുറത്ത്. അപ്പോൾ ഫൈനലി ഇറ്റ്സ് എ ഗേൾ. നമ്മൾ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു പെൺകുട്ടീനെ വേണമെന്ന്. അതേപോലെ തന്നെ ദൈവം എന്താ. അപ്പം അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ വന്നിട്ട് ഇപ്പം കാണുകയാണ്. അപ്പം അജുവിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കിപ്പോൾ കാണാം കേട്ടോ. നാളെ വരുമ്പോ ഈ ഫിലിം കാണാം കേട്ടോ. ഇത് അമ്മൂടെ വീട്ടിൽ പോകുമ്പോ ഇവിടുന്ന് പോകുമ്പോ വീട്ടിൽ കൊണ്ടുപോട്ടോ. ഇവിടുന്ന് വിടണം ഡോക്ടർ. അപ്പം അവനും ഒരുപാട് ഹാപ്പി ആയിട്ടോ. അപ്പം അവനൊരു അനിയത്തിയെ കൊടുത്തതിന് ദൈവത്തിന് ഒരുപാട് നന്ദി കേട്ടോ, ഒരുപാട് നന്ദി. അങ്ങനെ ജൂൺ 20-ാം തീയതി ആണ് കേട്ടോ. അന്നാണ് ചേച്ചിയുടെ റൂമിലേക്ക് കൊടുന്നത്. ചേച്ചിയും കുഞ്ഞിപ്പെണ്ണും സുഖമായിട്ട് തിരിച്ചെത്തി. അങ്ങനെ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലിക്ക് പുതിയ ഒരാളും കൂടി വന്നു. അതെല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഒരു കുഞ്ഞിപ്പെണ്ണ് തന്നെ വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ. മുത്തശ്ശ, അമ്മൂമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണിത്. മൊത്തത്തിലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ ടെൻഷൻ അടിച്ച് നിന്നതും ഉണ്ണീനെ കൊണ്ടുവന്ന് തരുന്നതും അജുവിൻ്റെ റിയാക്ഷനും, അങ്ങനെ ഓരോ മൊമെൻറ്റ്സും നമുക്ക് അത്രയും വാല്യൂ തരുന്നതായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഫോണിൽ നിന്നെങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സേവിങ്സ് പോലെ എടുത്തു വെക്കണതാണ് കേട്ടോ ഞാൻ ഈ ഓരോ വീഡിയോ ക്ലിപ്പുകളും. ഹലോ. അപ്പം ഇതുവരെ വോയിസ് ഓവറാണ് കേട്ടോ കൊടുത്തിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇറ്റ്സ് എ ഗേളും കൂടി ആയതുകൊണ്ട് ഇരട്ടി മുതൽ എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അവിടുത്തെ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയാൻ കേട്ടോ. കാരണം ഒരു ഹോസ്പിറ്റലിലെ ഫീലൊന്നും അല്ല തന്നെ. ഒരു നമ്മളെ വീട് പോലെ തന്നെ റൂമും കണ്ടല്ലേ, റൂമൊക്കെ സൂപ്പർ ക്ലീനാണ്. പിന്നെ ഡോക്ടറാണെങ്കിൽ ഡോക്ടറൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിട്ട് അത്രയും നമ്മളെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയൊക്കെയാണ് നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറിന് ഒരുപാട് നന്ദി. പിന്നെ അവിടുത്തെ സിസ്റ്റേഴ്സും എല്ലാവരും നമ്മളെ നല്ലോണം കെയർ ചെയ്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഒപ്പം ലാസ്റ്റ് മൊമെൻ്റ് വരെ ഒപ്പം നിന്ന് എല്ലാ ഡോക്ടേഴ്സിനും എല്ലാവർക്കും നന്ദി കേട്ടോ.
പ്രത്യേകിച്ച് സുജിത് ഡോക്ടർ ആണ് ചേച്ചിയെ കൺസൾട്ട് ചെയ്തിരുന്നത്. ഡോക്ടർ ഗൈനക്കോളജിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അവിടെ. അപ്പോൾ ഡോക്ടറിനും കൂടെ എല്ലാ ഡോക്ടേഴ്സിനും നന്ദി. പിന്നെ ദൈവത്തിന് നന്ദി. ഞാൻ തുടക്കത്തിൽ തൊട്ട് തന്നെ ഞാൻ അയ്യോ പെൺകുട്ടിയാവണം വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം ആദ്യത്തെ ചേച്ചിക്ക് ബോയ് ആയ കാരണം നമുക്കൊരു ഓഫ്കോഴ്സ് രണ്ടാമത്തെ ഗേൾ ആവണമെന്നായിരിക്കുമല്ലോ ആഗ്രഹം. അപ്പം അതുകൊണ്ട് ആണ് പെൺകുട്ടി വേണമെന്ന് വിചാരിച്ചിരുന്നത് കേട്ടോ. പിന്നെ നല്ല രസമല്ലേ, പല ഉടുപ്പും കണ്ണെഴുതി പൊട്ടും പിന്നെ മുടിയൊക്കെ കിട്ടി കൊടുക്കാനൊക്കെ ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിൽ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടമാണ് പെൺകുട്ടികളെ. അല്ല ആൺകുട്ടികളെ ഇഷ്ടമെന്നല്ല, ഇഷ്ടമാണ് രണ്ടുപേരും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മാക്സിമം. ഞാനല്ല എല്ലാവരും ഞങ്ങൾ ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു. കാരണം എന്താ എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അല്ല ഞാൻ ഫസ്റ്റ് ചെക്കൻ വന്നപ്പോൾ കൊറോണ ടൈമിലായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ പോകാൻ പറ്റിയില്ല. ഡെലിവറി സമയത്തൊന്നും ഞാൻ അവിടെ അല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ മരുന്ന് കുറേ കിട്ടാനുണ്ടായിരുന്നു. മരുന്നൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാണ് വാങ്ങിയത്. കാരണം അവിടെ ഫാർമസിയിൽ ചിലത് സ്റ്റോക്കില്ലാത്ത കാരണം മരുന്നൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് പാടുപെട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് കുറേ നടന്നു. അപ്പോൾ അതൊക്കെ സമയത്തിന് കിട്ടാനും കുറച്ച് ടെൻഷനൊക്കെ അടിച്ചു. അതാണ് ആ ഒരു മൊമെൻ്റ് ആയത്. സിസ്റ്റർമാർ വന്ന് പറയുന്ന മൊമെൻ്റ് ഒന്നും എടുക്കാൻ പറ്റായിരുന്നത്. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് എല്ലാം കഴിഞ്ഞു. ഇന്ന് 28-ആണ്. 28-ന് ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചടങ്ങ് അപ്പോൾ രാജുവേട്ടന് ലീവ് കിട്ടാത്തതുകൊണ്ടാണ് ചടങ്ങ് മാത്രമായിട്ട് കഴിക്കുക. 90-ആണ് നമ്മൾ കഴിക്കണത്. അപ്പോൾ 90-ന് ഞാനൊരു വീഡിയോ ഇട്ട് വരാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു.